ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് ഐഫോൺ ഉപയോഗിക്കുന്ന പലരും കണ്ടിട്ടുണ്ടാവും ഐഫോണിൽ ജെൽ ബ്രേക്ക് ചെയ്യാന്ന്. നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് ഐഫോണിലേക്ക് വന്നാൽ പലരും ചോദിക്കുന്നതാണ് ഐഫോണിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ തീമിൽ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ലോക്ക് സ്ക്രീൻ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഐഫോണിൽ ജെൽ ബ്രേക്ക് ചെയ്യുന്നത്. എന്താണ് ഐഫോണിൽ ജെൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇത് എങ്ങനെ ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പറയുന്നത്. My name is Jetin Jose. Welcome to my video blog. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ കണ്ടിട്ടുണ്ടാവും ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യാന്ന്. നമ്മളങ്ങനെ റൂട്ട് ചെയ്യുന്നത് നമ്മളതിൽ കസ്റ്റമായിട്ട് സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ ചില ഹാക്കിംഗ് ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതുപോലെ തന്നെയാണ് ഈ ഐഫോണിൽ. പക്ഷേ ഈ ഐഫോണിൽ നമുക്ക് ഓരോ വേർഷനും ഓരോ അപ്ലിക്കേഷൻസാണ്. iOS 9 ഒരു അപ്ലിക്കേഷന്, iOS 10 വേറെ. ഇപ്പോൾ നിലവിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നുള്ളത് iOS 12 iOS 12.1.2 ഇടയിലുള്ള വേർഷനാണ് ഇപ്പോൾ നിലവിൽ ജെൽ ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ iOS 12.1.2 താഴെയുള്ള എല്ലാ വേർഷനും നമുക്ക് ജെൽ ബ്രേക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് കോൾ റെക്കോർഡിങ്ങും അല്ലെങ്കിൽ ഐഫോണിൻ്റെ തീം നമുക്ക് മാറ്റാനും അല്ലെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീനൊക്കെ മാറ്റാനാണ് നമ്മൾ ജെൽ ബ്രേക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം. ഇതിൻ്റെ മെയിനായിട്ടൊരു ഗുണം, നമുക്ക് നമ്മുടെ ഐഫോൺ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചു നമുക്കതൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഫോണിൽ ഫേസ് ലോക്ക് അല്ലെങ്കിൽ നമുക്ക് ഫേസ് ലോക്ക് വരുത്താം, അല്ലെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീൻ അറിയാം, ഒന്നിൽ പാസ്വേഡ് അല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ഫിംഗർ ഒക്കെയാണ്. പക്ഷേ നമുക്ക് പാറ്റേൺ ലോക്ക് വരുത്താം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതുകൊണ്ടൊരു ദോഷമെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കുമായിട്ടുള്ള അപ്ലിക്കേഷൻസ് വർക്കാവില്ല. ചില അപ്ലിക്കേഷൻസ് വർക്കാവും, പക്ഷേ ചില അപ്ലിക്കേഷൻസും വർക്കാവില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ജെല്ലി ബ്രേക്ക് ചെയ്തു, പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഡെഡായി. നിങ്ങൾ എന്നിട്ട് വാറൻറ്റിയുള്ള ഫോൺ നമ്മളത് സർവീസിന് കൊടുക്കും. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ഫോൺ ചെക്ക് ചെയ്ത് നോക്കും. ഇപ്പോൾ ജെൽ ബ്രേക്ക് ചെയ്തൊരു ഫോണാണെങ്കിൽ ആ ഒരു ഫോണിൻ്റെ വാറൻറ്റി തന്നെ കാട്ടാവും. വാറൻറ്റിയുള്ള ഫോൺ നമ്മൾ ജെൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ അൺജെല്ലി ബ്രേക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വാറൻറ്റി ലഭിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാറൻറ്റി തന്നെ കട്ടാവും. നിങ്ങളുടെ ഫോൺ നിങ്ങൾ ജെൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യണം. അത് നമുക്ക് കുറേ എററുകളും കുറേ ബഗ്ഗുകളും നമുക്ക് സംഭവിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിസ്കിൽ തന്നെ എടുക്കണം. നമ്മുടെ ഫോൺ ജെൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളാദ്യം നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾ ജനറലിൽ പോവാം. എബൌട്ടിൽ നിങ്ങളുടെ വേർഷൻ നോക്കാം. എൻ്റെ വേർഷൻ ഇപ്പോൾ iOS 12.1.1 ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ജെൽ ബ്രേക്ക് iOS 12 iOS 12.1.2 ഇടയിലുള്ള ഏത് വേർഷനും ഇത് സപ്പോർട്ടാവും. അപ്പോൾ നിങ്ങളുടെ വേർഷൻ ഇപ്പോൾ കൂടിയതാണെങ്കിൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വേർഷനിൽ ജെൽ ബ്രേക്ക് റിലീസ് ആവുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ജെൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വേർഷനിൽ ഇപ്പോൾ iOS 12 താഴെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലും സെർച്ച് ചെയ്യുക. നിങ്ങളുടെ വേർഷൻ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ജെൽ ബ്രേക്കും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വേർഷനിൽ എങ്ങനെ ജെൽ ബ്രേക്ക് ചെയ്യാൻ കാണാൻ സാധിക്കും. ഇപ്പോൾ iOS 11 ആണെങ്കിൽ നമ്മൾ വേറൊരു ടൈപ്പിലാണ് ചെയ്യുക. ഇപ്പോൾ iOS 10 നമ്മൾ വേറെ ടൈപ്പ്. അപ്പോൾ ഓരോന്നിനും ഓരോ അപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളാദ്യം നിങ്ങളുടെ സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങൾ ignition.fun എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഈ ഒരു വെബ്സൈറ്റിലെത്താം. നിങ്ങൾക്കിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു. അപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാണ്. ഇവിടെ നമുക്ക് താഴെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എടുക്കുക. അവിടെ നിന്ന് നമുക്ക് ജെല്ലി ബ്രേക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ വേർഷനും ജെൽ ബ്രേക്കാണ്. ഇതിപ്പോൾ iOS 11 ഉണ്ട്, പല വേർഷനുണ്ട്. iOS 9 iOS 10 അങ്ങനെ പല ജെൽ ബ്രേക്ക് നമുക്ക് ലഭിക്കും. ആഡുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്ക് അൺകവർ എന്നാണ് ഇപ്പോൾ നമ്മുടെ ജെൽ ബ്രേക്ക്. അപ്പോൾ നമുക്കിവിടെ കാണാം അൺകവർ എന്നുകൊണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അതല്ല, ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗെറ്റിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ആവും. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ സെറ്റിങ്സ് ജനറൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ പ്രൊഫൈൽ ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റ് കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് വെരിഫൈ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടും വെരിഫൈ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടൊന്നും കുഴപ്പമില്ലാത്ത. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ കാണും, അവിടെ വെരിഫൈ കൊടുക്കണം. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം, ഇവിടെ ജെൽ ബ്രേക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ജെൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിവിടെ ജെൽ ബ്രേക്ക് കൊണ്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജെൽ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ജെൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചിലപ്പോൾ ജെൽ ബ്രേക്ക് ആയെന്ന് വരില്ല. നിങ്ങൾ രണ്ടാമത്തോട്ടേ ഒരു മൂന്നാമത്തോട്ടേ ചെയ്യേണ്ടി വരും, അപ്പോഴാണ് ജെൽ ബ്രേക്ക് ആവുള്ളൂ. ജെൽ ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണൊന്ന് ഓഫായിട്ട് പിന്നെ ഓണാവും. അപ്പോൾ നിങ്ങൾക്കൊരു സിഡിയാന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സിഡിയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലൊരു അപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജെൽ ബ്രേക്ക് ആയാൽ. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ജെൽ ബ്രേക്ക് ചെയ്തൊരു ഫോണാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ഓഫാക്കി പവർ ഓഫ് ചെയ്തു, എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഫോണൊന്ന് റീസ്റ്റാർട്ട് ആക്കിയാൽ അപ്പോൾ ജെൽ ബ്രേക്ക് ചെയ്ത ആ ഒരു അപ്ലിക്കേഷൻസ് നിങ്ങളിപ്പോൾ സിഡിയാന്ന് ഇപ്പോൾ കുറച്ച് അപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻസൊക്കെ അങ്ങനെ നിങ്ങൾ ഫോൺ ഓഫായിട്ട് ഓൺ ആക്കണമെങ്കിൽ എല്ലാം തന്നെ പോകും. അപ്പോൾ നിങ്ങളുടെ ഫോണൊന്ന് ജെൽ ബ്രേക്ക് ചെയ്താൽ റീബൂട്ട് ചെയ്യാണ്ട് നോക്കുക. റീബൂട്ട് ചെയ്താൽ നിങ്ങൾ ഒന്നുകൂടി ഇവിടെ ജെൽ ബ്രേക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 2-3 വട്ടം അടിച്ചിട്ട് ആയില്ലെങ്കിൽ നിങ്ങളിവിടെ സെറ്റിങ്സിൽ പോകുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ റീലോഡ് സിസ്റ്റം ഡെമോണോസ് കൊണ്ട് കാണിക്കും. അത് ഓണായിട്ട് എടുക്കുക. നിങ്ങൾ ഡിസേബിൾ ആക്കിയിട്ട് നിങ്ങൾ ജെൽ ബ്രേക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിഡിയ ഓപ്പൺ ആക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ സോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കി നിങ്ങൾക്ക് കുറേ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് അപ്ലിക്കേഷനാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ സോഴ്സുകൾ കുറേ ഉണ്ട്. നിങ്ങൾക്കിവിടെ താഴെ സോഴ്സ് കൊണ്ട് കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് മേലെ റൈറ്റ് സൈഡിൽ കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് നോട്ടുണ്ടാവും. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു URL അടിക്കാൻ പറയും. അപ്പോൾ അത് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യാം. ഏഡ് സോഴ്സ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു സോഴ്സ് ഇവിടെ ആഡ് ആകും. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ആഡ് ചെയ്താണ്. ഇപ്പോഴും സെർച്ചിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഐഫോൺ ഉപയോഗിക്കണ എല്ലാവർക്കും അറിയാം, നമ്മുടെ വോളിയം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സാധാരണ സെൻറ്ററിലാണ് വരാറ്. ജസ്റ്റ് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നമുക്ക് വോളിയം കൂട്ടുന്ന കുറയ്ക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളൊരു മില്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷൻ നിങ്ങൾ സിഡിയെന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാം സ്ക്രീനിൽ ഇതുപോലെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം. നമുക്ക് സ്ക്രീനിൻ്റെ സെൻറ്റർ മാറി ഈ സൈഡിലേക്ക് ഇതുപോലെ നമുക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പേര് മില്ലിയർ. നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ മോഡിഫൈർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റീഇൻസ്റ്റാൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാകുമ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് സ്പ്രിംഗ് ബോർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കൊണ്ട് ഞാൻ ഇവിടെ ക്ലോസും ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിപ്പോൾ കാണാം വോളിയം കൂട്ടാൻ കുറയ്ക്കുന്നത് ഇപ്പോൾ സൈഡിലാണ്. പിന്നെ നിങ്ങൾ DLEC എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തു. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ആ ഫോട്ടോയുടെ മേലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ മേലെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ആ ഒരു റെസൊല്യൂഷൻ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവും. അപ്പോൾ അതല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ നമുക്ക് എന്തായിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലായാലും പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് അതിൽ വീഡിയോസ് ആയിട്ട് അത് നമുക്ക് ഗാലറിയിൽ കാണുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു അപ്ലിക്കേഷനാണ്. ഞാൻ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് അപ്പീലൻസിനായിട്ടൊരു അപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം ഐഫോണിൻ്റെ 10 താഴെയുള്ള എല്ലാ ഫോണിലും നമുക്കറിയാം ഫേസ് ലോക്ക് ലഭിക്കില്ല. അപ്പോൾ എൻ്റെ ഫോൺ ഐഫോൺ SE ആണ്. അപ്പോൾ അതിൽ ഫേസ് ലോക്ക് എന്ന ഫീച്ചർ ഇല്ല. അപ്പോൾ ആ ഒരു ഫീച്ചർ ലഭിക്കാനാണ് ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെ ഞാൻ നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം നമ്മുടെ ഹോം സ്ക്രീൻ അറിയാം, ഞാനിപ്പോൾ ഇട്ടുള്ള ഐഫോൺ 10 ഹോം സ്ക്രീനാണ്. സാധാരണ നമുക്കറിയാം താഴേന്ന് ഐഫോൺ 10 താഴെയുള്ള എല്ലാ ഡിവൈസിലും നമുക്ക് താഴേന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് കൺട്രോൾ സെൻറ്റർ കാണാം. പക്ഷേ ഞാനിപ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് എൻ്റെ കൺട്രോൾ സെൻറ്റർ കാണുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രിഫറൻസ് ഓർഗനൈസർ 2 എന്ന് പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെറ്റിങ്സ് അറിയാം, നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ സാധാരണ സിസ്റ്റം ആപ്സ് കാണും ഇവിടെ, അതിൻ്റെ ടേക്സ് പിന്നെ ആപ്പ് സ്റ്റോർ ഇങ്ങനെ എല്ലാ അപ്ലിക്കേഷനും നമുക്ക് താഴെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സിഡിയെന്ന് ആവശ്യമുള്ള അപ്ലിക്കേഷൻ മാത്രം തന്നെ ഡൗൺലോഡ് ചെയ്യുക, അതല്ലാണ്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ എല്ലാ അപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യരുത്. നമുക്കിതിന് കുറേ തീംസൊക്കെ ലഭിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീംസ് നിങ്ങൾ യൂട്യൂബിലും സെർച്ച് ചെയ്യുക. ബെസ്റ്റ് തീംസ് ഇൻ ഐഫോൺ CDA എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല തീംസൊക്കെ ലഭിക്കും. പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എററുകളോ ഒക്കെ ബഗ്ഗുകളൊക്കെ സംഭവിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് അപ്പോൾ തന്നെ ഒന്ന് സേഫ് മോഡിലേക്ക് വരും. സേഫ് മോഡിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഈ റൺ കവറിൻ്റെ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് അൺജിൽ ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഓക്കെ. പിന്നെ നിങ്ങൾ ഒന്നുകൂടി ജെൽ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് CDAയിൽ നല്ല അപ്ലിക്കേഷൻസൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ CDA ടിക്സ് iOS 12 സെർച്ച് ചെയ്താൽ. അപ്പോൾ ഞാനിപ്പോൾ iOS 12 ജെല്ലി ബ്രേക്കാണ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ iOS 11 ആണെങ്കിൽ CDA ടിക്സ് iOS 11 സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേ വീഡിയോസൊക്കെ കാണാം. അതിൻ്റെ താഴെ അതിൻ്റെ സോഴ്സുകളുണ്ടാവും, അതിൻ്റെ APK പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂട്ടുമായി ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.